സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉപകാരപ്രദമായാൽ സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. ശിപ്പായി ലഹള എന്നുകൂടി അറിയപ്പെടുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആരംഭിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യയുടെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. നാഷണൽ റൈസിംഗ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രയേലി. 1857 വിപ്ലവ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. വിപ്ലവത്തിൽ പങ്കെടുത്ത മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. 1857 മഹത്തായ വിപ്ലവത്തിൽ ലക്നൌവിൽ നിന്ന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസരത്ത് മഹൽ. കൻവർ സിംഗ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് എവിടെ വെച്ചാണ്? ബീഹാർ. മണികർണിക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയത് ഏത് പേരിലാണ്? ഝാൻസി റാണി ലക്ഷ്മിബായി. ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ച നേതാവ്? താന്തിയ തോപ്പി. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ആരെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ? ഝാൻസി റാണിയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. 1857 വിപ്ലവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്കുകളാണിവ. ഇത് എഴുതിയത് ആരാണെന്നും ബുക്കുകളുടെ പേരും പഠിച്ചു വെക്കാൻ മറക്കരുത്. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. മലബാർ കലാപം നടന്ന വർഷം 1921. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? സംസ്കൃതം. നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ? മഹാത്മാഗാന്ധി. ഗാന്ധിജി ജീവിതവും ചിന്തയും എന്ന പുസ്തകം എഴുതിയതാരാണ്? JB കൃപലാനി. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രബോസ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ സംഘടന? ഫോർവേഡ് ബ്ലോക്ക്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്? മുഹമ്മദ് ഇക്ബാൽ. ഇൻക്വിലാബ് എന്ന വാക്ക് ഏത് ഭാഷയിലെ പദമാണ്? അറബി. മദ്രാസിനടുത്തുള്ള അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ആനി ബസന്റ്. ബാലഗംഗാധര തിലക് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? പൂനെയിൽ. റൗലത്ത് ആക്ട് പാസാക്കിയ വർഷം? 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? സ്ഥലം? 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. കൂട്ടക്കൊലയ്ക്ക് വെടിവെക്കാൻ ഉത്തരവിട്ട ഗവർണർ? മൈക്കിൾ ഒ ഡയർ. ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി? ഉദ്ധം സിംഗ്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ചൗരി ചൗര സംഭവം നടന്ന വർഷം? 1922 ഫെബ്രുവരി 5. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ.
ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു? ലാലാ ലജ്പത് റായിയുടെ ഭാര്യ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം? ലാഹോർ സമ്മേളനം, 1929. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം? ലാഹോർ സമ്മേളനം. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം? ഉപ്പ് സത്യാഗ്രഹം. മഹാത്മാഗാന്ധി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത അനുയായികൾ? 78 പേർ. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം? രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചതാരാണ്? തുളസീദാസ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം? ലണ്ടൻ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? 1930. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.